ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഞാനിന്നൊരു ഫേസ് പാക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് നമ്മൾ എഗ്ഗില്ലേ, മുട്ട, അതൊരെണ്ണം എടുത്തു. ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇതും കൂടി നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ആണ് ചെയ്യുന്നത്. ഫേസിൽ എന്തൊരു സംഭവം അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മുടെ ഫേസിൽ ഒരു പ്രൊഡക്ട്സും കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് താഴെ പോയി കേട്ടോ. എന്നിട്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഡ്രസ്സ് നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന കുറച്ചുകൂടി പഴയ ഒരു ഡ്രസ്സ് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവും. അപ്പോൾ ഞാൻ എന്നിട്ട് നന്നായിട്ട് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എഗ്ഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ കോഫി പൗഡർ എന്ന് പറയുമ്പോഴും നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഈ രണ്ട് സംഭവങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമ്മുടെ ഫേസിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. നമ്മുടെ നെക്ക് പോർഷനും വിട്ടു പോകരുത്. ഏതൊരു ഫേസ് പാക്ക് എടുത്താലും നമ്മൾ നെക്ക് പോർഷനും കൂടി അപ്ലൈ ചെയ്യണേ. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ താഴോട്ടൊക്കെ ഉടുപ്പിലോട്ടൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ നമ്മുടെ ഈ മുൾട്ടാണി മുട്ടി പൗഡറില്ലേ, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പയർ പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി മാറും. പക്ഷേ ഈ ഇത് മാത്രം മതി കേട്ടോ. ഏറ്റവും നല്ലത് രണ്ടും കൂടി എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസിന് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് അടുത്ത ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. കോഫിയും കൂടി ഇട്ടത് കൊണ്ട് വലിയൊരു അഴുക്ക സ്മെല്ലില്ല കേട്ടോ. മുട്ടയുടെ സ്മെല്ല് ചിലവർക്ക് എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ മുട്ടയുടെ വൈറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. മുട്ടയുടെ മറ്റേ യെല്ലോ പാർട്ടാണ് ഭയങ്കര സ്മെല്ല്. നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ തലയിൽ തേക്കില്ല കേട്ടോ, അതെനിക്ക് പറ്റില്ല. ഭയങ്കര സ്മെല്ല്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് എന്നിട്ട് വീണ്ടും ഇത് കുറച്ചൊന്ന് ഉണങ്ങിയായിരുന്നേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒന്നും കൂടി ലെയർ അപ്ലൈ ആണ്. ഇത് ഇറുകുമ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് കുറച്ചൊന്ന് വലിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റും. ഇതിന് മുന്നേ വരെ കുറച്ചൊന്ന് ഇറുകിയിരിക്കുകയായിരുന്നു കേട്ടോ. ഫേസൊക്കെ ഒന്ന് ചെറുതായിട്ടേ ഇതുള്ളൂ, കാരണം നമ്മൾ കുറച്ച് നേരം ഇട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ ലെയറും കൂടി അപ്ലൈ ചെയ്യാണ് ഫേസിലെല്ലാം. അപ്പം ഇതിന് ശേഷം നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെയറും കൂടി അപ്ലൈ ചെയ്ത് ഇനി ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ കേട്ടോ. ഭയങ്കര ഇറുകുന്ന രീതിയിൽ വെക്കേണ്ട. ഇതൊരു 10 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഫേസിൽ അത് നന്നായിട്ടല്ല, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഇറുകുന്ന രീതിയിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ടാനൊക്കെ മാറി. അപ്പം ഈ ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഫേസിൽ നല്ല സോഫ്റ്റ്നെസ് തോന്നി കേട്ടോ. പിന്നെ ഒരു ബ്രൈറ്റ്നെസ് തോന്നി. നമ്മുടെ ടാൻ മാറിയതായിട്ട് തോന്നി കേട്ടോ. കോഫി പൗഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടാൻ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട്. അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. ബൈ. താങ്ക് യു.